ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, ഈ ഒരു ഓണം എക്സാമിന് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് രാജാറാം മോഹൻ റോയ് ആൻഡ് ദ പണ്ഡിത രമാബായി. മക്കളെ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ട് ഇതാ ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന രാജാറാം മോഹൻ റോയുടെയും അതുപോലെ തന്നെ പണ്ഡിത രമാബായിയുടെയും സംഭാവനകൾ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മക്കളെ, ആദ്യം തന്നെ നമ്മൾ ഇരിക്കാം, ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി ആയിരുന്നു. സൊസൈറ്റിക്കകത്ത് ഒരുപാട് പ്രോബ്ലംസ് എന്തിരുന്നു, ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു അല്ലേ. അന്ധവിശ്വാസങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. സതിയൊക്കെ അതിന് ഉദാഹരണമാണ്. കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, സ്ലേവറി അല്ലെങ്കിൽ അടിമത്തൊക്കെ ആ സൊസൈറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഫാദർ ഓഫ് റിനൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്ന ആളാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് 1772 മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഹിന്ദുയിസവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഇതുപോലെ തന്നെ ജൂതയിസവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അറിയായിരുന്നു അല്ലേ. ആ മതങ്ങളിലൊക്കെ അഗാധമായ ജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അല്ലേ, ഒരു മൾട്ടി സ്കോളർ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇനി മക്കളെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അല്ലേ, ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമായിട്ടും ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റിനകത്ത് അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസുകൾ സംഭാവനകൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, ആ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ അബോളിഷിംഗ് സതി അല്ലേ. ഇന്ത്യക്കകത്ത് സതി നിരോധിക്കുന്നതിൽ, സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്കുവച്ചത് ആരാണ്? ഈ രാജാറാം മോഹൻ റോയ് ആണ്. രണ്ടാമത് നോക്ക്, ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. അതാണ് സെക്കൻഡ് വൺ. സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ടു ഇമ്പോർട്ട് മോഡേൺ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടഡ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് കോൾഡ് ബ്രഹ്മസമാജ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന പേരാണ് ഇത് ബ്രഹ്മസമാജം. ഏതാണ് ഇത്? അദ്ദേഹം സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജമാണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കുമ്പോൾ ശൈശവ വിവാഹം, ബഹുഭാരിത്വം എന്നീ തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഹി ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പൊളിഗമി ട്ടോ. ഇതിനൊക്കെ എതിരെ അദ്ദേഹം പോരാടി. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് വിമൻ ഹാവ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് അല്ലേ. അദ്ദേഹം പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ വാദിച്ചിട്ടുണ്ട്, ഓർത്തു വെച്ചോളണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് മക്കളെ, വിഗ്രഹാരാധന, ബഹുദൈവ ആരാധന എന്നിവയ്ക്കെതിരെ അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ, പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, അദ്ദേഹം ഹി സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡിയോൾട്ടറി ആൻഡ് പോളിറ്റിസം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 6 പോയിന്റുകൾ, ഇതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. അദ്ദേഹം രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 6 പോയിന്റുകളാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ, എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ്. മക്കളെ നിർബന്ധമായി പഠിച്ചു വെച്ചോളണം. ഒരു വിമൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ പഠിച്ചിരിക്കേണ്ട ഒരാളാണ് പണ്ഡിത രമാബായി. എക്സാമിന് എന്തായാലും ചോദിക്കും. പണ്ഡിത രമാബായിയെ കുറിച്ച് എന്തെങ്കിലും തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പണ്ഡിത രമാബായിയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസിലെ. അപ്പോൾ നിങ്ങൾക്കറിയാം പണ്ഡിത രമാബായി ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഫെമിനിയൻ അല്ലേ, നിങ്ങൾക്കറിയാം ഒരു ഫെമൈൻ പ്രസൻസ് തന്നെയാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനകത്ത്. ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനകത്തെ ഒരു സ്ത്രീ സാന്നിധ്യം തന്നെയാണ്, പ്രശസ്ത സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാബായി. അവർ കർണാടക സ്വദേശിയായിരുന്നു അല്ലേ. അവർക്ക് ഇതേപോലെ സംസ്കൃതവും മറാത്തിയും ബംഗാളിയൊക്കെ തന്നെ അവർക്ക് അറിയായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവർ മെയിനായിട്ട് എവിടെയാണ്? കർണാടകക്കാരിയാണ്. അവർക്ക് ഇതേപോലെ തന്നെ ലാംഗ്വേജസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റും മറാത്തിയും ബംഗാളിയൊക്കെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് അറിയായിരുന്നു. മക്കളെ, അവരിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാം, അവിടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയാണ് അവരെ പണ്ഡിത എന്ന് ചെയ്യുന്നത്, അവരെ വിശേഷിപ്പിക്കുന്നത് അല്ലേ, പണ്ഡിത. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കൽക്കട്ട സർവകലാശാലയാണ് ഇവർക്ക് സംസ്കൃതത്തിൽ നല്ല അറിവുള്ളത് കൊണ്ടാണ് ഇവരെ എന്ത് വിളിച്ചിരുന്നത്, ഇതേപോലെ തന്നെ പണ്ഡിത എന്ന പേര് അവരെ വിളിച്ചിരുന്നു അല്ലേ. അതുകൂടാതെ അവർ ശൈശവ വിവാഹത്തിനെതിരെ എന്ത് ചെയ്തിരുന്നു, അവർ ഫൈറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിധവകളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനത്തിനൊക്കെ വേണ്ടി അവർ ആര്യ മഹിളാ സമാജം എന്ന് പറഞ്ഞ ഒരു സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, അവർ രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും മക്കൾ ശ്രദ്ധിക്കാം,
പണ്ഡിത രമാബായി ഇതേപോലെ തന്നെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഇതേപോലെ തന്നെ ഈ പറയുന്ന വിഡോസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗേൾസിന് വേണ്ടി, അവർക്കൊക്കെ വേണ്ടി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യ മഹിളാ സമാജ് എന്നുള്ളതാണ് അവരുടെ സംഘടനയുടെ പേര്. നേരത്തെ നമ്മൾ രാജാറാം മോഹൻ റോയ് പഠിച്ച സമയത്ത് അവരുടെ സംഘടനയൊക്കെ പഠിച്ചു. അതേപോലെ തന്നെ ഈ പറയുന്ന പണ്ഡിത രമാബായിയുടെ സംഘടനയുടെ പേരാണ് ആര്യ മഹിളാ സമാജ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ശാരദാ സദൻ, മക്കൾ ശ്രദ്ധിക്കുക, അന്ന് പ്രധാനമായിട്ടും ഈ പറയുന്ന ശാരദാ സദൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ പറഞ്ഞ വിധവകൾക്ക് വേണ്ടിയിട്ട് ഒരു ശാരദാ സദൻ എന്ന പേരിലേക്ക് അവരൊരു വേറൊരു സംഘടനയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ശാരദാ സദൻ ആർക്ക് വേണ്ടിയിട്ടാണ്? വിധവകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വിഡോസിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണ്? റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ് അല്ലെ, വിഡോസിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ അവർ ഇതുപോലെ തന്നെ മുക്തി എന്ന പേരിൽ അല്ലെ, മുക്തി മിഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടി മുക്തി എന്ന പേരിലും ഒരു സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പദ്ധതിയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അവർ മെയിനായിട്ട് ഈ പറയുന്ന ഒരു പ്രൊജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു, അതാണ് ഇത് മുക്തി മിഷൻ കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വിമൻ ആണ്. സ്ത്രീകൾക്കൊക്കെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ നടത്തിയിട്ടുള്ളത് അല്ലേ. ഇനി അത് കൂടാതെ മക്കളെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റാണ്, 1889 ബോംബെയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ഏതിലാണ്? 1889 പ്രധാനപ്പെട്ട INC കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോൺട്രിബ്യൂഷൻസ് ആണ് ആര്, പണ്ഡിത രമാബായിയെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. മക്കളെ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള രണ്ട് ഭാഗങ്ങൾ, രണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന ആര്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രാജാറാം മോഹൻ റോയും, അതേപോലെ തന്നെ പണ്ഡിത രമാബായും. അപ്പോൾ ഇവർ ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളണം. ഓക്കെ, റെഡി അല്ലേ? അതേപോലെ തന്നെ പണ്ഡിത രമാബായിയെ കുറിച്ചാണെങ്കിൽ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. മക്കളെ ഇത് പഠിക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകരുത്. എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിർബന്ധമായി നിങ്ങൾ കമന്റുകൾ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്തണം. ഓക്കെ.